സുഹൃത്തുക്കളെ, ചേളാരി അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആട്ടാ, അടിപൊളി. അതുപോലെ വാഹനങ്ങൾ എത്ര സ്പീഡിൽ റോഡിലൂടെ കടന്നു പോകാം എന്നുള്ള സോളാർ പാനൽ LED ഡിസ്പ്ലേന്റെ വർക്കും കഴിഞ്ഞിട്ടോ. സോളാർ LED വെക്കാത്തിടത്തൊക്കെ എത്ര ദൂരം ഏത് ഏരിയയിലെത്തുമ്പോൾ എത്ര സ്പീഡിൽ പോകാം എന്നുള്ളതൊക്കെ സൈഡില് ബോർഡും വെച്ച് കഴിഞ്ഞു. അതുപോലെ എത്ര കിലോമീറ്റർ ഓരോ ഏരിയയിലേക്ക് ഉണ്ട് അതും അതിന്റെ സൈഡ് ബോളിന്റെ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇതുപോലുള്ള വിടവുകൾ ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. വാഹനങ്ങൾ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേശീയപാത മലപ്പുറം ജില്ലയിലെ തലപ്പാറ അണ്ടർപാസിന്റെ അവിടെ നമ്മുടെ ചേളാരി വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു കുളപ്പുറം മുതൽ തലപ്പാറ വരെയുള്ള വീഡിയോ. അപ്പോൾ തലപ്പാറ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇവിടെ ഒരു വിള്ളലൊക്കെ സംഭവിച്ച രണ്ടാമത് അതിന്റെ റീ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ട്രാക്ക് 3 ലൈൻ ഇരുവശത്തും, അതുപോലെ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ, ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, അതിൻ്റെ പെയിൻറ്റും വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതുപോലെ CCTV ക്യാമറ, സ്ട്രീറ്റ് ലൈറ്റ് വർക്ക്, അതിപ്പോൾ എല്ലായിടത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വയറിങ് കഴിഞ്ഞു. ഇപ്പോൾ അത് കത്തിക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതൊക്കെ പുതുതായിട്ടുള്ള ഇനി ഏതെങ്കിലും വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ പെയിൻറ്റും വർക്കുകൾ, ഓവർപാസിൻ്റെ ബാരിയറിൻ്റെ വർക്കുകൾ, ചിലയിടത്തൊക്കെ ഈ ഡിവൈഡറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട്, നമുക്ക് കാണാം ഇവിടെയൊക്കെ കുറഞ്ഞ ഭാഗങ്ങളിൽ ഇനിയും പെയിൻ്റ് അടിക്കാണ്ട്. അതുപോലെ ഈ സ്ട്രീറ്റിൽ ഈ ക്യാമറ CCTV വെച്ച ഈ വിടവുകൾ, ഇത്തരം ക്യാപ്പുകൾ പലയിടത്തും കേട്ടോ. ഇതൊക്കെ ആളുകൾ ഇപ്പോൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അതൊരു സിറ്റുവേഷൻ നമുക്കറിയാം. വാഹനങ്ങളൊക്കെ മെയിൻ റോഡിൽ തന്നെ കടന്നു പോകുന്നത്. ഇപ്പോൾ തുരുതുരാ വാഹനങ്ങളുണ്ട്, ഇതിനിടയ്ക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇത്രയുള്ള ക്യാപ്പുകൾ ആളുകൾ മറികടന്ന് പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ അണ്ടർപാസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്ലോക്കൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് അവർക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇതുപോലുള്ള നിരപ്പായ സ്ഥലങ്ങൾ, അങ്ങാടികൾ നിരപ്പായ സ്ഥലങ്ങളൊക്കെ ഇതിനെ നേരെ ഓപ്പോസിറ്റ് കടന്നു പോകുന്നവർ എന്ത് ചെയ്യാണ്, എളുപ്പമാർഗം തേടി ഇതുപോലുള്ള ഈ ക്യാമറ വെച്ച് ഇതുപോലുള്ള ഭാഗത്തു കൂടെ കടന്നു പോകട്ടോ. വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മൾക്കറിയാം, ഞാനായാലും നിങ്ങളായാലും ഒരു വിടവ് കാണുമ്പോൾ അത് അണ്ടർപാസ് ചുറ്റിയിട്ടാണ് നമുക്ക് ആ ഭാഗത്തേക്ക് പോകണം. 1 കിലോമീറ്ററോളം ദൂരം വരും ഇങ്ങോട്ട് കടക്കുമ്പോൾ കുറഞ്ഞ സമയം. അതുകൊണ്ട് തന്നെ ആ സമയം നോക്കി നമ്മളൊക്കെ ഇങ്ങനെയുള്ള ക്യാപ്പുകൾ, വിടവുകൾ കാണുമ്പോൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇനി അടക്കാനുണ്ട്. ഇത് തലപ്പാറ അണ്ടർപാസിലെ ഭാഗമായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കയറി പോകില്ല. പക്ഷേ നിരപ്പായ സ്ഥലങ്ങളിലാട്ടോ. ഞാൻ മുന്നോട്ട് പോയാൽ അങ്ങനത്തെ ക്യാപ്പുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ തലപ്പാറ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടൗണ് വെളിമുക്ക് വർക്കുകൾ പൂർത്തീകരിച്ചു. അവിടുത്തെ ടാറിംഗ് വർക്കുകളും ആ സമയത്ത് ലാസ്റ്റ് ഘട്ടങ്ങളിൽ അടുത്ത വർക്കുകൾ പൂർത്തീകരിച്ചില്ല. അത് കഴിഞ്ഞാൽ തന്നെ വെളിമുക്കിൻ്റെയും പാലക്കലിൻ്റെയും സെൻട്രൽ ഭാഗത്താണ് ഒരു ഓവർപാസ് വരുന്നത്. അപ്പോൾ ആ ഓവർപാസിൻ്റെ പണികളും അതിൻ്റെ അടിഭാഗത്തുള്ള ചുമരിൻ്റെ പെയിൻറ്റ് വർക്കുകൾ, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ചില ഭാഗങ്ങളിൽ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. ഒരു പല കോലത്തിലായിരുന്നു അവിടെ ചുമര് നിന്നിരുന്നത്, ഇടിഞ്ഞു വീണിട്ടൊക്കെ. അതൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ, അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, അതൊക്കെ ആ ഏരിയയിൽ ഓവർപാസുമായി ബന്ധപ്പെട്ടുള്ള അടിഭാഗത്ത് അതിൻ്റെ പണികൾ എല്ലായിടത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകളുള്ളത്. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ നോക്കിയാൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. ചിലയിടങ്ങളിലൊക്കെ ചെറിയ ക്യാപ്പുകൾ നമുക്ക് കാണാം. ആ ഏരിയയിൽ ഇനി ഡ്രെയിനേജ് വർക്കുകൾ പൂർത്തീകരിക്കാൻ ഇതിൻ്റെ ഓപ്പോസിറ്റിലൊക്കെ. അങ്ങനെ നമ്മൾ വെളിമുക്ക് അങ്ങാടിയിലെത്തിട്ടോ. വെളിമുക്ക് അങ്ങാടിയിൽ ഇവിടെ നെയിം ബോർഡിനുള്ള കാലൊക്കെ ഉയർന്നുണ്ട്, അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നൊക്കെ ട്രാക്ക് ഈ ലൈനിട്ട് പോയിട്ടുണ്ട് ഇരുവശത്തും. അതുപോലെ ഡിവൈഡറിൻ്റെ വർക്കാകട്ടെ, ക്രാഷ് ബാരിൻ്റെ വർക്കാകട്ടെ, സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ, അതുപോലെ ഡിവൈഡറിനൊപ്പമുള്ള ചെറിയ കട്ടിങ് വർക്കുകൾ, ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞാൽ പിന്നീട് ബാക്കി വരുന്ന സ്ഥലങ്ങളൊക്കെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വർക്കുകളും, അതുപോലെ നെയിം ബോർഡുകൾ, നമുക്ക് എത്ര കിലോമീറ്റർ ദൂരം ഇന്ന സ്ഥലത്തേക്കുണ്ട്, അങ്ങനത്തെ ബോർഡുകൾ വർക്കുകളൊക്കെ. ഞാൻ വെളിമുക്ക് അങ്ങാടിയാണ് ഈ കാണുന്നത്. വെളിമുക്ക് അങ്ങാടി നമുക്കറിയാം, ആദ്യം ഇങ്ങനെ തുടക്കത്തിൽ റോഡ് വർക്ക് നടക്കുമ്പോൾ ഇവിടെ ഈ അങ്ങാടി ഭാഗത്ത് തന്നെ ഒരു നടപ്പാലം വേണം, അല്ലെങ്കിൽ ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞൊരു പ്രക്ഷോഭം നടന്നൊരു അങ്ങാടിയും കൂടിയാണ് വെളിമുക്ക്. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ക്ഷേത്രങ്ങളും അതുപോലെ പള്ളി, മദ്രസ, സ്കൂൾ, അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളത് തന്നെ ആ ഒരു സമരങ്ങളൊക്കെ നടന്നൊരു ഏരിയ കൂടെ കേട്ടോ. അപ്പോൾ ഇവിടെ സർവീസ് മെയിൻ റോഡിൽ നിന്ന് സർവീസിലേക്ക് പോകാനുള്ള സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രി ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ എൻട്രി ഇടുന്ന സ്ഥലം കാണുമ്പോൾ ഇതുപോലെ യെല്ലോ കളറും ബ്ലാക്ക് കളറുള്ള പെയിൻറ്റ് കാണാം ബാരിയറിന്. ഇവിടെയൊക്കെ മാർക്കറിൽ ട്യൂബൽ മാർക്കറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ്
അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറഞ്ഞ ഒരു കാല് മാത്രം പൊട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്കറിയാം പലയിടത്തും നമ്മൾ ട്യൂബുലർ മാർക്കറിൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നു, എല്ലാം പൊടിഞ്ഞത്. അപ്പോൾ ഇവിടേക്ക് അപ്പോൾ ഇത്തരം അങ്ങാടികളിലാണ് ഈ പ്രശ്നം. നമ്മൾ തലപ്പാറ അണ്ടർപാസിനോട് പറഞ്ഞില്ലേ, ഈ സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ CCTV ക്യാമറ ഒക്കെ വരുന്നിടത്ത് ഇത്തരം ക്യാപ്പുകൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിടവുകളുള്ള ഏരിയയിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കടന്ന് വലിയ അപകടങ്ങൾ, വളരെ വേഗതയിലെ വാഹനങ്ങൾ, നമുക്കറിയാൻ കഴിയില്ല എത്ര ദൂരത്തു നിന്നൊക്കെ, ദൂരെ എന്ന് വിചാരിക്കും, പക്ഷെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ്, ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കറിയാം അതിൻ്റെ വേഗത. ഭയങ്കര സൗണ്ടാട്ടോ, ഈ അമ്പൊക്കെ ചാടുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അത്രയും വേഗതയിൽ ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത് തന്നെ ഇത്തരത്തിലുള്ള ക്യാപ്പുകൾ, വിടവുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമാണ്. പലയിടത്തും ഇതുപോലുള്ള വിടവുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അപകടങ്ങൾ അതിൽ വാഹനങ്ങളൊക്കെ ആളുകൾ നടക്കുന്നത് കണ്ട് വെട്ടിച്ച് പോയി മതിലിനും മറ്റു വാഹനങ്ങളൊക്കെ ഇടിക്കുന്നതായുള്ള സംഭവങ്ങൾ ഒരുപാട് മുന്നേ കഴിഞ്ഞതാണ്. അപ്പോൾ വെളിമുക്ക് അങ്ങാടി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്ന ഓവർപാസ് ഇട്ടാ, ഓവർപാസിൻ്റെ ഈ സൈഡിലൊക്കെ ഇവിടെ പെയിൻറ്റിംഗ് വർക്കുകൾ നടക്കാറുണ്ട്. ഡിവൈഡറിൻ്റെ ബാരിയറിൻ്റെ ഭാഗത്തുള്ള ഈ വാളിൻ്റെ വർക്കുകൾ, അതിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് നടക്കാറുണ്ട്. അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സ്പീഡുകൾ തന്നെ ഇപ്പോൾ ബോർഡുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എത്ര സ്പീഡിൽ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ കടന്നു പോകാം, ഓരോ ഏരിയക്കനുസരിച്ച് അതിൻ്റെ സ്പീഡ് ബോർഡ് എത്ര സ്പീഡിലാണ് കടന്നു പോകേണ്ടത്, 60 സ്പീഡോ 80 സ്പീഡോ 100 സ്പീഡോ എങ്ങനെയൊക്കെ കടന്നു പോകാന്നുള്ളതിനെ കുറിച്ച് ആ ഒരു ഏരിയക്കനുസരിച്ചുള്ള ബോർഡുകൾ പലയിടത്തും വെച്ച് കഴിഞ്ഞിട്ട്, അങ്ങനെ വെള്ളിമുക്ക് കഴിഞ്ഞ് നമ്മൾ ഓവർപാസ് എത്തുമ്പോഴൊക്കെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഡ്രെയിനേജ് പുതുതായി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്താട്ടോ. ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ ആദ്യം കുറഞ്ഞ അടിഭാഗങ്ങളിലൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ആ ഭാഗങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം ആ ഓവർപാസിൻ്റെ മുകളിലെ ആ യെല്ലോ കളറും ബ്ലാക്ക് കളർ, അതുപോലെ തന്നെ ഓവർപാസിൻ്റെ ചുമരിൻ്റെ വർക്കുകൾ, മുകൾ ഭാഗത്ത് ഗർഡനുള്ള ഗ്രേ വർക്കുകൾ ഈ ഒരു ഏരിയയിലായിരുന്നു അന്ന് ചുമര് സ്പ്രേ വർക്ക് തീർക്കാനുള്ളത്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു താന്നും ചെരിഞ്ഞൊക്കെ ആയിട്ട് അവിടുത്തെ ചുമരിൻ്റെ വർക്ക് ആയിട്ടുള്ളത്. കാരണം മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു വീണു, ആ ഭാഗം ഇടിഞ്ഞു വീണപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ അതൊരു വൃത്തി ഇട്ടില്ല. അതുപോലെ ഈ ഓവർപാസിൻ്റെ അടിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് സൈഡിലും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിം ബോർഡ് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കി ബാരിയറിൻ്റെ മുകൾ ഭാഗത്ത് യെല്ലോ കളറ്, ബ്ലൂ കളറ്, അതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റും വർക്കുകൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചുമരിൻ്റെ സ്പ്രേ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കൈവരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ ഭാഗത്തൊക്കെ ഇടിഞ്ഞു വീണേന് കഴിഞ്ഞ ഇതിൽ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. ഉള്ളം തള്ളി നിൽക്കുന്നുണ്ട് നിങ്ങൾ, ഇവിടുത്തെ ചുമര് ഇത് കഴിഞ്ഞ ഇടിഞ്ഞു വീണ ഭാഗങ്ങളായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ സ്പ്രേ ചെയ്ത് അടിയത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ മുകളിലെ കൈവരിൻ്റെ വർക്കുകൾ, സ്ട്രീറ്റ് ലൈനിൻ്റെ വർക്കുകൾ, സെൻറ്ററത്തെ ഡിവൈഡർ എല്ലാം കംപ്ലീറ്റ്, ട്രാക്ക് ലൈൻ ഇട്ട് പോയ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വെളിമുക്ക് അങ്ങാടി കഴിഞ്ഞ് പാലക്കലും കഴിഞ്ഞാൽ ഓവർപാസും കഴിഞ്ഞ് പാലക്കൽ അങ്ങാടിക്കും പടിക്കലിനും സെൻറ്റർ ഭാഗത്താണ് പിന്നെ ഒരു അണ്ടർപാസ്. ഇവിടെ നോക്കി വിടവ് ഈ ഡിവൈഡറിനൊപ്പിച്ച് ഇത്തരം ക്യാപ്പുകളിലൂടെ ആളുകൾ അങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 സ്ഥലങ്ങളായി കണ്ടു. ഇവിടെ അത്ര പ്രശ്നമില്ല, ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ആളുകൾ പ്രവേശനം കുറവാണല്ലോ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഓവർപാസിന് അടിഭാഗമായതുകൊണ്ട്. അതുപോലെ തലപ്പാറ അണ്ടർപാസിന് മുകളായതാലും പ്രശ്നമില്ല. നമ്മളെ വെളിമുക്കിൽ അത്തരം ഏരിയകളിൽ ഇതുപോലെ വിടവുകൾ വളരെ പ്രശ്നമാണ്, പ്രത്യേകിച്ച് അങ്ങാടികളിൽ. ആ ഒരു ഏരിയയിൽ ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പാലക്കും പടിക്കൽ സെൻറ്റർ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് ഒരു അഡീഷണൽ അനുവദിച്ചതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ഉയർന്നു നിന്ന ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ പടിക്കൽ അങ്ങാടി ആ ഭാഗം ഉയർന്നതാണ്. ഇതിൻ്റെ സെൻട്രൽ താഴ്ന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരാനുള്ള ഭാഗമായതുകൊണ്ട് അവിടെ ഒരു അണ്ടർപാസ് കൊടുത്ത് മണ്ണിട്ട് ഉയർത്തിയാണ്. അപ്പോൾ കൊടുക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻട്രൽ ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം പാലക്കലെ കഴിഞ്ഞു, അണ്ടർപാസിന് ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്പീഡ് ട്രാക്ക് അതിൽ ഒരു ബോർഡുണ്ട്, ചേളാരി ഭാഗത്തേക്ക് പോകുന്ന കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു ബോർഡ് കാണാം. അതുപോലെ സ്പീഡ് ഈ ഓരോ ലൈനിലൂടെ എത്ര സ്പീഡിൽ പോകാം, 80, 60, 40 അങ്ങനെ സ്പീഡ് വെച്ച സോളാർ അതിൻ്റെ ഡിസ്പ്ലേ കാണാം. കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇനി അത് ഓൺ ചെയ്യുന്ന വർക്ക് മാത്രമാണുള്ളത്. നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഏരിയയിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു 150 മീറ്ററും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ദൂരേക്ക് കാണാം ഇതുപോലുള്ള ഒരു സ്പീഡ് ബോർഡ് ആ ഒരു ഏരിയയിലും വെച്ച് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോളാറിലാട്ടത് ഇതിൻ്റെ കാല കൊടുത്ത് എല്ലാം അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ സെറ്റാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ അത് ഓൺ ചെയ്യുന്ന വർക്ക് മാത്രമാണ് നമ്മുടെ പാലക്കൽ ഈ ഒരു ഭാഗത്തുള്ള കേട്ടോ. അടിഭാഗത്ത് വരെ
ഡിവൈഡറുള്ള കുറച്ച് പെയിൻറ്റും വർക്കുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സൈഡിലും ഇതുപോലുള്ള സ്പീഡ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള സോളാറിനുള്ള അതിൻ്റെ പാനൽ, അതുപോലെ തന്നെ അതിൻ്റെ കറണ്ട് പാസുകൾ, പവർ പാസുകളെല്ലാം ഇതിന് മുകളിൽ വെച്ചു. അതുപോലെ വാഹനങ്ങൾ ഈ ഒരു ഏരിയയിൽ എത്ര സ്പീഡിലാണ് കടന്നു പോകാനുള്ള ബോർഡുകളൊക്കെ ഇപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ തുടക്കം എന്ന് പറഞ്ഞ പോലെ അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയയിലേക്ക് 50 സ്പീഡിൽ വാഹനങ്ങൾ പോകാം. അപ്പോൾ ഇനി പടിക്കൽ, അപ്പോൾ പടിക്കലെത്തിന് മുമ്പാണ് അണ്ടർപാസ്, പാലക്കലിൻ്റെയും പടിക്കലിലെ അണ്ടർപാസ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് സർവീസുകളിലേക്ക് പോകാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ സ്പീഡ് ബോർഡ് വെച്ച പോലെ തന്നെ ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ അണ്ടർപാസിന് താഴെ എന്നുള്ള സർവീസുകളുടെ ഒരു കാഴ്ചയാണ്. കാരണം ഇവിടെ ഇത്രയും താഴ്ചയുള്ള ഒരു പ്രദേശം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മുന്നേ പറഞ്ഞല്ലോ, ഈ പടിക്കലിൻ്റെയും പാലക്കലിൻ്റെയും സെൻറ്ററിൽ താഴ്ന്ന ഭാഗമായതുകൊണ്ടാണ് ഇവിടെ ഉയർത്തി അണ്ടർപാസ് കൊടുത്തുള്ളത്. അപ്പോൾ ഉയർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് അണ്ടർപാസ് കൊടുക്കുന്നത് അവിടെ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ അണ്ടർപാസ് കൊടുത്തുള്ളത്. അങ്ങനെ നമ്മൾ തലപ്പാറ കഴിഞ്ഞു, വെളിമുക്ക് കഴിഞ്ഞു, പാലക്കൽ കഴിഞ്ഞു, ഇനി പടിക്കലാട്ടോ. അപ്പോൾ പടിക്കൽ അങ്ങാടി എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ സ്പീഡ് ബോർഡ് കാണാം. 80, 60, 100 എങ്ങനെ ഈ ട്രാക്കിലൂടെ കടന്നു പോകാം എന്നതിനെക്കുറിച്ചുള്ള സ്പീഡ് ബോർഡ് നേരെ ഓപ്പോസിറ്റ് കണ്ടതുപോലെ ഈ ഏരിയയിലും ആ ബോർഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച സോളാർ പാനലും അതിൻ്റെ എല്ലാവിധ കറണ്ട് പാസുകളും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡ് കടന്നു പോകാനുള്ള എൻട്രി, അതുപോലെ ട്യൂബുലർ മാർക്കറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് 60 ഇറക്കിയതാണ്. ചുമര് നിങ്ങൾ കാണാൻ ഒരു 2-3 മീറ്റർ ഹൈറ്റിൽ. അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ തായ് ഭാഗത്ത് നിന്ന് ഉയർത്തി വന്നതാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിൽ കടന്നു പോകാനുള്ള എൻട്രൻസ്. ഇവിടെയൊക്കെ ട്യൂബുലർ മാർക്കർ പകുതി ഭാഗം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പലയിടത്തും പൂർണ്ണമായിട്ടും പൊട്ടിച്ച ഏരിയയിലെ വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈ ട്യൂബുലർ മാർക്കറിൻ്റെ വർക്കുകളും അതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസിൽ പോകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇനി ഭാഗത്ത് സർവീസ് റോഡിൽ അറിയാനും വേണ്ടിയുള്ള ഈ ബാരിയറിനുള്ള ഈ യെല്ലോ കളറും ഈ ബ്ലാക്ക് കളറിലെ പെയിൻ്റ് വർക്കുകളും എല്ലായിടത്തും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ ഭാഗം മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ മെയിൻ റോഡിൽ സർവീസ് റോഡ് മെയിൻ റോഡിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് ആ വർക്കുകളും ഈ ഏരിയയിൽ ട്യൂബുലർ മാർക്കിൻ്റെ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടാണ്, ഏകദേശം എത്താറായി. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ്, ക്യാമറ, അതുപോലെ സെൻറ്ററത്തെ ഡിവൈഡർ, കുറഞ്ഞ ഭാഗങ്ങൾ ഡിവൈഡറിനുള്ള പെയിൻറ്റും വർക്കുകളുണ്ട്. ബാരിയറിന് പൂർണ്ണമായും പെയിൻറ്റും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 വരിപ്പാതൻ്റെ ഇരുവശത്തും ലൈൻ ഇട്ട് പോയ വർക്കുകൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പടിക്കലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അണ്ടർപാസ് ആട്ടോ ഈ ഒരു ഏരിയ. അതായത് പാലക്കൽ ആ അണ്ടർപാസ് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇരുവശവും മണ്ണിട്ടുയർത്തി ഏകദേശം ഒരു 150 മീറ്ററിലേറെ നീളത്തിലാണ് ഈ മണ്ണിട്ട് ഇങ്ങനെ അണ്ടർപാസ് വരെ ഉയർത്തി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവശത്തുമുള്ള 6 വരിപ്പാത സർവീസ് റോഡിനൊപ്പിച്ച് 6 വരിപ്പാതക്ക് ബ്ലോക്ക് ഉയർത്തി ഏകദേശം ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് പടിക്കൽ ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലും ചെയ്തിട്ടുള്ളത്. ആ സൈഡിൽ നല്ല താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ആ ഒരു ഏരിയ ചെയ്തുകൊണ്ടില്ല. ഇവിടെ നെയിൻ ബോർഡ് കാണാം, ചമ്മാട് ഭാഗത്തേക്ക് എങ്ങനെ കടന്നു പോകാം എന്നുള്ളത്. ചമ്മാട് വെളിമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ബോർഡുകളാണ് ഇപ്പോൾ പലയിടത്തും കേട്ടോ. അതുപോലെ സ്പീഡ്, എത്ര സ്പീഡിൽ ഈ ഏരിയ അങ്ങാടിയിലെത്തിയാൽ എത്ര സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ബോർഡുകളും അതിൻ്റെ വർക്കുകളൊക്കെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മൾ ലൈറ്റ് കത്തി നിൽക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ അടുത്ത് മമ്മാലിപ്പടി ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതുപോലെയുള്ള വർക്കുകൾ കക്കാട് കരിമ്പിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ആ ലാസ്റ്റ് നമ്മൾ കണ്ടത് പിന്നെ അവിടെയാണ്. അപ്പോൾ ഈ ഏരിയയൊക്കെ അതിൻ്റെ വയറിങ് വർക്കുകൾ, അതുപോലെ ലൈറ്റ് കത്തിച്ച് ഓരോ സൈഡ് പ്രകാശിപ്പിക്കുന്ന വർക്കുകളും, അതുപോലെ സർവീസിൻ്റെ ഭാഗത്തേക്കുള്ളതും അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് വെച്ച ലൈറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഏകദേശം മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കുറഞ്ഞ ദിവസങ്ങളും, കാരണം എല്ലാം ടെസ്റ്റുകളും അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്തിട്ടോ. പടിക്കൽ അണ്ടർപാസാണ്. ഇവിടുന്ന് അങ്ങോട്ട് തായ് ഭാഗം ഒന്ന് ജസ്റ്റ് കാണിക്കാം. പടിക്കൽ അണ്ടർപാസിൻ്റെ താഴേക്ക് സർവീസ് റോഡിൻ്റെ ഭാഗം, അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുന്നേ വന്ന സമയത്ത് ചിലയിടത്തൊക്കെ സർവീസ് റോഡ് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഡ്രെയിനേജ് വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു. നമുക്കറിയാം നല്ല തായ് ഭാഗം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ഇവിടുന്ന് ഇപ്പോൾ ഇടത് ഭാഗത്ത് ഈ ആ തെങ്ങ് കണ്ടല്ലോ, അതിൻ്റെ താഴേന്ന് സൈഡ് വാൾ കോൺക്രീറ്റിൽ കെട്ടി ഉയർത്തിയിട്ടാണ് സർവീസ് റോഡ് പണികൾ പൂർത്തീകരിച്ച്.
പിന്നെ സർവീസ് റോഡ് കഴിഞ്ഞ ശേഷം മെയിൻ റോഡിൻ്റെ ബ്ലോക്ക് നല്ല ഹൈറ്റിലാണ് ഈ ഏരിയയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നല്ല താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് ഇവിടെ നല്ല ഹൈറ്റിലാണ് ബ്ലോക്ക് ഉയർത്തി. ഏകദേശം ഒരു 10-20ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ ഒരു സൈഡിൽ തന്നെ വന്നിട്ടുള്ളൂ. നേരെ ഓപ്പോസിറ്റിലും അതുപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ താഴെ ഭാഗത്ത് പോയി വീഡിയോ എടുത്ത് കാണിക്കാമായിരുന്നു. അപ്പോൾ ഈ മെയിൻ റോഡ് ഇങ്ങനെ പോകുമ്പോൾ ഓരോ മെയിൻ റോഡിൽ സർവീസ് റോഡുള്ള ഭാഗത്ത് കൂടെ കടന്ന് ചുറ്റി അണ്ടർപാസ് ചുറ്റിയൊക്കെ ആ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൻ്റെ മാത്രം ഇപ്പോൾ കാര്യമായിട്ട് എടുത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞതുപോലെ നമ്മളെ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ പിന്നെ ആദ്യത്തെ റോഡ് നിങ്ങൾക്ക് ഇവിടെ ഉയർന്ന് വരുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിന്നെ ഹൈറ്റ് കുറഞ്ഞ് നിരപ്പിൽ, സാധാ നിരപ്പിൽ, ആദ്യമുള്ള റോഡിൻ്റെ അതേ നിരപ്പിലാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെയൊക്കെ നമ്മളില്ലേ ഇപ്പോൾ നോക്കി ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ റോഡിനെ ഒപ്പിച്ചായി വന്നു. അപ്പോൾ ആ അത്രയും ഏരിയകൾ ആ ഒരു സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാൻ ഏറ്റക്കുറച്ചുകളൊക്കെ ലെവലാക്കി എടുക്കാനുമുള്ള വർക്കുകൾ ടൈം എടുത്ത് വന്ന ഏരിയകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട പടിക്കൽ ഭാഗമൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പടിക്കൽ കഴിഞ്ഞു, അങ്ങാടി കഴിഞ്ഞ് നമുക്ക് ചേളാരിയിലാണ് എത്താറുള്ളത്. ചേളാരിയിൽ ഇതുപോലെ തന്നെ നമ്മൾ പടിക്കലിനെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചേളാരി വരെ ഏകദേശം ഒരേ ലെവലാണെങ്കിൽ കുറഞ്ഞ താഴ്ച കൂടെയാണ് കടന്നു പോയത്. പിന്നെ അവിടെ നിന്ന് ഉയർന്ന് മേലെ ചേളാരി പാണാമ്പ്ര ഭാഗത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ചേളാരി അങ്ങാടിയിൽ ഒരു അണ്ടർപാസ് വന്നു. അതോടുകൂടി ഇവിടുന്ന് അങ്ങോട്ട് ഉയർത്തി മേലെ ചേളാരിക്ക് ആ ഭാഗം ഉയർന്നൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരു ഓവർപാസും കൊടുത്തിട്ടാണ് പാണാമ്പ്രയിലേക്ക് റോഡ് കടന്നു പോകുന്നത്. റോഡിൻ്റെ ഏറ്റക്കുറച്ചിൽ കുറക്കുന്നതിന് വേണ്ടിയും അതുപോലെ വളവും തിരിവൊക്കെ കുറക്കുന്നതിന് വേണ്ടിയും അങ്ങനെയാണ് വന്നത്. ഇവിടെ നോക്കി ഇവിടെയൊക്കെ ആദ്യത്തെ ആ സ്ഥലം കാണാം, പുറത്തെ ബിൽഡിങ്ങൊക്കെ നിരപ്പായി നിൽക്കുന്ന സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ റോഡ് ഉയരുകയാണ്. ആ ചേളാരി അണ്ടർപാസ് ഏകദേശം ഒരു ഇരുവശവും ബ്ലോക്ക് 19ഓളം ബ്ലോക്കിൻ്റെ ആയിട്ട് വന്നത് ചേളാരി അങ്ങാടിയിലെത്താനായിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് 26 കിലോമീറ്ററാണ് നമ്മൾ ആ ബോർഡിൽ കണ്ടത്. അപ്പോൾ റോഡുകളൊക്കെ കൈവിൻ്റെ പരമാവധി KNRC വളവും തിരിവൊക്കെ നിവർത്തിയതോടെ കിലോമീറ്ററുകൾ കുറഞ്ഞു. വളരെ വേഗതയിലാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. അതുപോലെ KNRCയിലെ ബസ് സ്റ്റോപ്പ് ഇതിപ്പോൾ പുല്ല് പിടിച്ചു, അവിടെ ഇരിക്കാനുള്ള സീറ്റ് വെക്കാത്തതുകൊണ്ടാണ് അതൊക്കെ. അതുപോലെ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചേളാരി എന്നുള്ള KNRCൻ്റെ എംബ്ലമൊക്കെ കൊടുത്തുള്ള ബോർഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരിക്കാൻ സീറ്റില്ല. പലയിടത്തും ഇരിക്കാൻ സീറ്റും ഒക്കെ കഴിഞ്ഞിട്ട് ബോർഡിൽ നെയിമൊന്നും എഴുതിയില്ല, സ്ഥലത്തിൻ്റെ പേരൊന്നും എഴുതിയില്ല. ഇവിടെ ആളുകൾ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കട്ടെ അത്രയും പുല്ല് കെട്ടി കിടക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഇരിക്കുന്ന സീറ്റൊക്കെ സെറ്റ് ചെയ്ത വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ ഭാഗത്ത് ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം അവിടെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്രയും പുല്ല് പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ചേളാരി അണ്ടർപാസിൻ്റെ മുകളിലെത്തിട്ടോ. ഇവിടെ നിന്നാണ് നോക്കിയാൽ പുറത്തേക്ക് ആ ബിൽഡിംഗ് ഒക്കെ 3-ാം ഫ്ലോർ 4-ാം ഫ്ലോറിൻ്റെ ഒക്കെ ഏറ്റവും മുകൾ ഭാഗവും ഈ റോഡും ഒരേ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചേളാരി ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ഏകദേശം 10, 60, 70ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. നോക്കിയാൽ ആ ബിൽഡിങ്ങിൻ്റെ ഇതിനൊപ്പിച്ച് തന്നെ ഈ റോഡ് ഇട്ടാൽ. അപ്പോൾ നല്ല ഹൈറ്റിലാണ്. അണ്ടർപാസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണ്ടർപാസ് തന്നെയാണ് ചേളാരി. അങ്ങനെ ചേളാരി ഈ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് കുറേ സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിത് ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ അണ്ടർപാസിൻ്റെ അതുപോലെ തന്നെ ഈ മണ്ണിട്ട് ഉയർത്തിയ വർക്കുകളൊക്കെ തുടക്കത്തിലേ നിങ്ങളെ കാണിച്ചിരുന്നു. ചേളാരിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ കാണിച്ചു. ഒരു പക്ഷേ ചേളാരിൻ്റെ വികാരം ഇവിടെ അങ്ങോട്ട് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് കൊടക്കാട് വരപ്പാടി ആ ഏരിയക്കുള്ള ആ റോഡാട്ടാണ് കാണുന്നത്. നല്ല ഐറ്റെന്നാകുമ്പോൾ ആ നല്ലൊരു വ്യൂ നോക്കി അടിപൊളിയാട്ടോ. ആ മാർബിളിൻ്റെ ആ ഷോപ്പൊക്കെ ചെറുതായിട്ട് കാണില്ല, അത് സൂമിങ്ങിലൂടെ കാണിക്കുന്നുണ്ട് വാഹനങ്ങൾ. ചേളാരി അണ്ടർപാസ് ഈ മെയിൻ റോഡ് 6 വരിപ്പാത ഡിവിഷനിലെ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് വർക്കുകൾ, അതുപോലെ സർവീസ് റോഡ് ടാറിംഗ് വർക്കുകൾ, സൈഡിൻ്റെ ചുവന്നൊപ്പിച്ച കട്ടിങ് കോൺക്രീറ്റ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചേളാരി മെയിൻ ചേളാരി ഇത് കഴിഞ്ഞാൽ പിന്നെ മേലെ ചേളാരി നമുക്കറിയാം ആ ഒരു ഏരിയ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ താഴ്ന്ന ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തു, മേലെ ചേളാരി ആ ഭാഗത്ത് ഒരു ഓവർപാസ് കൊടുത്തു. ഓവർപാസ് ആകുമ്പോൾ നമുക്കറിയാം ചുമര് റോഡിൻ്റെ ഇരുവശവും താഴ്ചയിൽ ഏകദേശം ഒരു 10-30ഓളം മീറ്റർ താഴ്ചയിൽ ഇരുവശവും കട്ട് ചെയ്തിറക്കി. അപ്പോൾ ആ ഒരു ഹൈറ്റിനെ ഈ അണ്ടർപാസിനെ ലെവലാക്കി വന്നിട്ടോ. ഇവിടെ താഴ്ന്ന ഭാഗത്ത് അണ്ടർപാസ് കൊടുക്കും, ഉയർന്നു നിൽക്കുന്ന ഭാഗം ഓവർപാസ് കൊടുക്കുമ്പോൾ ഈ 6 വരിപ്പാത സ്ട്രൈറ്റ് ആയിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പാണാമ്പ്ര ഭാഗത്തേക്ക് കടന്നു പോകും. അപ്പോൾ ആ ഒരു ലെവൽക്കാണ് ഈ ഏരിയയിലുള്ള വർക്കുകൾ പൂർത്തീകരിച്ച് കുറേ റിസ്ക് പിടിച്ച് ഏറ്റവും ടഫായൊരു ഏരിയയാണ് KNRC ഈ ഒരു ഭാഗം. അതുപോലെ പണി പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി തുടങ്ങാനുണ്ട്. അപ്പോൾ അത് ആയിക്കണമെന്നുള്ള നമ്മൾ അറിയില്ല, പകൽ സമയമല്ലേ.
രാത്രിയിലൊക്കെ പലയിടത്തും ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇവിടെ കത്തുന്നുണ്ട് എങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിന്ന് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ഈ ഏരിയത്തെ ആ രാത്രിയിലെ കിള്ളം വ്യൂ ഒക്കെ ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം. ചേളാരി മേലെ ചേളാരി ഓവർപാസിൻ്റെ ആ ഏരിയ ആയിട്ട് കാണുന്നത്. ഇവിടെ നിങ്ങൾ ആ ഉയർന്ന ഭാഗമായതുകൊണ്ട് സർവീസ് റോഡ് ഉയരത്തിലാണ് അവിടെ ഇങ്ങോട്ട് ചേളാരിയിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ താഴ്ചയിൽ ഇരുവശവും റോഡ് താഴ്ത്തിയെടുത്ത് ഓവർപാസ് കൊടുത്ത് പാണാമ്പ്രയിലേക്ക് വാഹനങ്ങൾ കടന്നത്. പിന്നെ നമ്മൾ ചേളാരിക്ക് എത്തുന്നതിന് മുമ്പായിട്ടൊരു ബസ് സ്റ്റോപ്പ് പുല്ല് പിടിച്ച് ഇരിക്കാൻ സീറ്റ് ഇല്ലാത്തതുണ്ട്. ഇവിടെ ഇരിക്കാൻ സീറ്റൊക്കെ സെറ്റ് ചെയ്തൊരു ബസ് സ്റ്റോപ്പ് റെഡി ആട്ടോ. അപ്പോൾ ആളുകളവിടെ ഇരിക്കണമൊക്കെ ഉണ്ട്. ഏതായാലും ഇതുപോലെ ഇരിക്കും. എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഇരിക്കാനുള്ള സീറ്റ് ബോർഡ് നെയിമൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങി തലപ്പാറമെന്നാണ്. ചേളാരി വരെ ഞങ്ങളെ കാണിച്ചു. പാണാമ്പ്ര വരെ നമ്മൾ ഉദ്ദേശിച്ച് കുറച്ച് വീഡിയോയിൽ എനിക്കൊരു പോലെ കൂടണ്ടാവുന്ന ആൾക്ക് ചേളാരിയിൽ വൈൻഡപ്പ് ചെയ്യണം. ചേളാരിയിൽ നിന്ന് മുതലുള്ള വീഡിയോ ഞാൻ അടുത്ത ഘട്ടം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം ചേളാരി മുതലുള്ള വീഡിയോ.